അപ്പം ഇനി നമ്മുടെ ദേവിയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാല് വേറെ ഒന്നുമല്ല, ഹണിമൂണിന് ഒറ്റയ്ക്ക് നമ്മുടെ ആനന്ദിനെയും കൂട്ടി പോണം. ഏതൊരു പെണ്ണിന്റെയും ആഗ്രഹം പോലെ തന്നെയാണ് നമ്മുടെ ദേവിയുടെ ആഗ്രഹം. ഏകദേശം ആ വീട്ടിലുള്ളവർക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല, ഒറ്റയ്ക്ക് പൊക്കോട്ടെ. പക്ഷെ നമ്മുടെ ആനന്ദിന് വല്ലാത്തൊരു മടിയെ. എല്ലാവരും ഹണിമൂണിന് പോയപ്പം ഒരുമിച്ചൊക്കെയാണല്ലോ പോയത്, അപ്പൊ എങ്ങനെയാ ഒറ്റയ്ക്ക് പോകുന്നത്? സ്വാഭാവികമായിട്ടും ആണുങ്ങൾ അങ്ങനെ ചിന്തിക്കുമായിരിക്കും. അതുകൊണ്ട് ആനന്ദ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ. അപ്പൊ ആനന്ദിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ താല്പര്യം കാണുമെങ്കിലും അച്ഛൻ എന്ത് തോന്നും, അമ്മയ്ക്ക് എന്ത് തോന്നും, അതുപോലെ മിത്രയ്ക്ക്, നമ്മുടെ മീനാക്ഷിക്ക്, പിന്നെ നമ്മുടെ ആര്യന്, ആകാശന്, ഇവർക്കൊക്കെ എന്ത് തോന്നുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് ദേവിയോട് പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോകാം, ഹണിമൂണിന് പോകാം. പക്ഷെ ഇവിടെ ഹണിമൂണിന് അന്ന് മീനാക്ഷിയും അതുപോലെ ആകാശൊക്കെ പോയപ്പോഴേക്കും എല്ലാവരും ഒരുമിച്ചാ പോയത്. അപ്പൊ പിന്നെ ഞാൻ മാത്രമായിട്ട്, നീ മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? അത് ശരിയല്ലല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് എല്ലാവരുമായിട്ട് അടിച്ചുപൊളി ഒരു ട്രിപ്പിന് പോകാം. അല്ലെങ്കിലും അതല്ലേ നല്ലത്. നമ്മൾ തമ്മിൽ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കും എന്താ സംസാരിക്കാനൊക്കെ ഉള്ളത്? ഒന്നും സംസാരിക്കാനില്ലായിരിക്കും. നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഷോ, എന്റെ പൊന്ന് ആനന്ദേട്ട, ആനന്ദേട്ടൻ എന്താ ഈ പറയുന്നത്? ഹണിമൂൺ എന്ന് പറയുമ്പം മധുവിധി യാത്രയാണ്. അതിന് ഭാര്യയും ഭർത്താവും അല്ലേ പോണ്ടത്, അല്ലാതെ കുടുംബം അടക്കം പോകാന്. ഇതെന്താ നമ്മൾ വല്ല പള്ളിയിലോ അമ്പലത്തിലോ വല്ലതും പോവാണോ? അല്ലല്ലോ, നമ്മൾ ഹണിമൂണിന് പോകുന്നതല്ലേ. ശേ, ഇതൊന്നും ആനന്ദേട്ടൻ ഇതുവരെ അറിയില്ലേ? ദേവി, നീ പറയുന്നത് ശരിയാ, എങ്കിലും എനിക്കെന്തോ. ആനന്ദേട്ടാ, ആനന്ദേട്ടൻ ഇനി ഒന്നും പറയണ്ട. നമുക്ക് ഒരുമിച്ച് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി തേക്കടിയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആനന്ദേട്ടന്റെ മൂടങ്ങോട്ടും മാറും. ഈ വൈബൊക്കെ മാറി നല്ല വൈബാകും. നോക്കിക്കോ എങ്ങനെയാണെന്ന്. അവിടുത്തെ ആ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചയൊക്കെ ആനന്ദേട്ടനെ ഇഷ്ടപ്പെടും. അല്ല, ഇതിനു മുമ്പ് നീ തേക്കടി പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, പക്ഷെ പോയവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാ. മൂന്നാറ്, തേക്കടി, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങള്. തണുപ്പുള്ള ആ മഞ്ഞ് വീഴുന്ന ആ ഒരു സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടെ കൈയോട് കൈ ചേർത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഷോളൊക്കെ പുതച്ച് നടന്നു പോകുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഓ, സങ്കല്പിക്കുമ്പോ തന്നെ എന്റെ ഭഗവതിയെ നടന്നാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നമ്മുടെ ദേവി അങ്ങ് വലിയ ഇതിലാണ് കേട്ടോ. ഏതായാലും ഇതേ സമയം നമ്മുടെ ദേവി ഗോമതിയോട് പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ആനന്ദിന് ഒറ്റയ്ക്ക് പോകാൻ മടിയാ, അല്ല ഒറ്റയ്ക്ക് പോകാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് പോകുന്നതിന് വിഷമമുണ്ട്, മടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്ന? നിങ്ങൾക്കൊന്നും തോന്നത്തില്ലല്ലോ, അതെനിക്കറിയാമല്ലോ. അതെ, ആനന്ദേട്ടനെ പറഞ്ഞ് എങ്ങനെയും ഒന്ന് സമ്മതിപ്പിക്കണം കേട്ടോ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ലക്ഷ്മിക്ക് വേറൊരു കാര്യമുണ്ടല്ലോ. ലക്ഷ്മിക്കല്ല, സോറി, ദേവിക്ക് വേറൊരു കാര്യമുണ്ടല്ലോ. അതായത് ഈ ഒരു പേപ്പർ, ഒരു മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ കിട്ടിയ കാര്യം ഗോമതി അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഗോമതി ഇത് വേറെ ആരോടെങ്കിലും പറയുമോ എന്നുള്ളൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ പേപ്പർ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനെ നമ്മുടെ മീനാക്ഷി ഓഫീസിലൊക്കെ ചെല്ലുന്നു. ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ചേച്ചി പറയുന്നുണ്ട്, ഓ മീനാക്ഷി, നിന്റെ ഭാഗ്യമാണ് കേട്ടോ, നിന്റെ ഏടത്തി ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ. ഓ, നീ ദേവീനെ ഇടയ്ക്ക് കുറ്റമൊക്കെ പറയാറുണ്ടല്ലോ നിന്റെ ഏടത്തിനെ, പക്ഷെ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ പെങ്കൊച്ച് ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ സസ്പെൻഡ് അടിച്ച് വീട്ടിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. എങ്കിലും കഷ്ടമായി പോയി. ഇനിയെങ്കിലും ആ കൊച്ചിനെ നിങ്ങളൊന്ന് വെറുതെ വിടെന്ന് പറഞ്ഞപ്പം, അല്ല ചേച്ചി, ഞാൻ പറയുന്ന കേക്ക്, ഈ പേപ്പർ ഞാൻ കുറേ തപ്പിയിട്ടും കിട്ടിയില്ല. ദേവിയുടെ കയ്യിൽ അടിച്ചു വാരിപ്പ് ഈ പേപ്പർ കിട്ടി. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. അപ്പോഴും നീ ദേവീനെ സംശയിക്കുക? ആ, കൊള്ളാം. ഇത് പോരെടുക്കുന്നത് തന്നെയാ. അല്ല, ഞാൻ പോരെടുക്കുന്നതോ അങ്ങനെ അവരെ മാറ്റി നിർത്തി കുറ്റം പറയുന്നൊന്നും അല്ല. ദേവിയടുത്ത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല. ഒന്നെങ്കിൽ ദേവിയടുത്ത് മനഃപൂർവ്വം മാറ്റി വെച്ചത്, അല്ലെങ്കിൽ ദേവിയടുത്തേക്ക് അബദ്ധം പറ്റിയത്. ഇത് രണ്ടിലും ഏതോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചി. ഇല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത സംശയമുണ്ട്. ആ സമയത്ത് ദേവിയടുത്തിയുടെ മുഖവും ഒരു പരവശം പിടിച്ചുള്ള സംസാരവും എന്തോ എല്ലാം ഒരു വശവശക് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കാണ് നമ്മുടെ ആ ചേച്ചി പറഞ്ഞത്, നിനക്ക് ഇപ്പൊ എന്ത് തോന്നിയാലും നീ ഇപ്പൊ വേറെ ഒന്നും വിചാരിക്കണ്ട. അവള് മാറ്റി വെക്കോ മാറ്റി വെക്കാതിരിക്കോ, ഏതായാലും നിനക്ക് അത് മാറ്റി വെച്ചിട്ട് വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഇപ്പൊ മാറ്റി വെച്ചെങ്കിലും അതിന്റെ കയ്യിൽ സേഫ് ആയിട്ട് ഏൽപ്പിച്ചില്ലേ. അപ്പൊ പിന്നെ നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? നീ എന്തിനാ ദേവിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആകുന്നത്? അല്ല, എന്തിനായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക? അല്ല, പിന്നെ എന്തിനായിരിക്കും എനിക്കിത് തിരിച്ചു തന്നിട്ടുണ്ടായിരിക്കുക? എന്റെ പൊന്നോ കൊച്ചെ, നിനക്ക് എന്തൊക്കെ ചിന്തിക്കാനുണ്ട്? ഇപ്പൊ നീ സന്തോഷിക്കേണ്ട സമയ. ഇന്ന് നീയേ മീഡിയക്കാരുടെ മുമ്പിൽ വേർക്കേണ്ട സമയമായിരുന്നു.
അത് മാറി അങ്ങനെ ഒരു സന്തോഷം തന്നത് ദേവിയാ, നീ ഓർത്തോണം. ഇനിയിപ്പൊ അവളെടുത്ത് മാറ്റി വെച്ചെങ്കിലും അത് തന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റിയേനെ? ആരെങ്കിലും അറിയുമായിരുന്നോ? ഇല്ലല്ലോ. അത് ശരിയാ. എങ്കിൽ പിന്നെ ആ വിഷയമൊക്കെ അങ്ങ് വിടാൻ പറയാം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ദേവിയുടെ ഈ ഓവറായിട്ടുള്ള ആക്ടിങ്ങും ഈ കള്ളപ്പറച്ചിലും ഒക്കെ നമ്മുടെ ബാലൻ അത്രയ്ക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ബാലന് ചെന്നിരുന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദേവിക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് പറ്റുന്നു? എങ്കിലും അവൾ എങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നു? ഓ, അപാരം തന്നെ. ഓ, എന്തൊക്കെയോ വശവശകളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ബാലൻ ചിന്തിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഹണിമൂണിന് പോകണമല്ലോ, ഹണിമൂണിന് പറഞ്ഞു വിടണമല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ രാമേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ബാല, നിനക്ക് എന്താ പറ്റിയത്? അല്ല, ഇന്നലെ വരെ നിനക്ക് മീനൂട്ടിയുടെ പേപ്പർ കിട്ടിയില്ലെന്നും പറഞ്ഞോണ്ടായിരുന്നു. ഇന്നിപ്പൊ അടുത്ത പ്രശ്നം എന്താ? എന്ത് ചെയ്യാനാ രാമേട്ടാ, ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ, ഒന്നിനു പുറകെ ഒന്നായിട്ട്. എന്തു പറ്റി? ഇപ്പം അടുത്ത പ്രശ്നം എന്താ? ഓ, അടുത്ത പ്രശ്നം എന്താ? ആനന്ദിന് ഹണിമൂണിന് പോണം. ആ, അത് വലിയ പ്രശ്നമല്ലല്ലോ ബാല. ആനന്ദിന് ഹണിമൂണിന് പോണെങ്കിൽ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പണ്ടത്തെ തലമുറ പോലെയൊന്നും അല്ല. ഇപ്പോഴുള്ള പെൺപിള്ളാരൊക്കെ അങ്ങനെയാന്നേ. ഹണിമൂണിന് പോകാൻ ദേവി പറഞ്ഞതായിരിക്കും. അതൊക്കെ ശരിയാണ്. എങ്കിലും ഈ ഹണിമൂണിന് ചെലവേ ചില്ലറയല്ലല്ലോ. അതിനിപ്പോ എന്താ കുഴപ്പം? ഹണിമൂണിന് അവര് പൊക്കോട്ടെ, അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തോണ്ട് അവര് പോട്ടെ. അല്ല, ആനന്ദിനിപ്പം ജോലി ഉണ്ടല്ലോ. ഏയ്, അതൊന്നും ശരിയാവില്ല. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണമെങ്കിൽ ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം. എന്റെ പൊന്നു ബാല, ഇനിയെങ്കിലും നീ പിള്ളാരെ വെറുതെ ഒന്ന് വിട്. രാമേട്ടൻ അങ്ങനെ പറഞ്ഞാ മതി. എന്റെ പിള്ളാരെ വെറുതെ വിട്ട് കഴിഞ്ഞാലേ ഞാൻ അവിടെ അവരെ വളർത്തി വഷളാക്കിയെന്നേ ലാസ്റ്റ് പറയുകയുള്ളൂ. ഇല്ലേ? ഒരെണ്ണവോ തലതെറിച്ചു പോയി, ഇനി ഒരെണ്ണം ഉള്ളത്. അതിനെ തലതെറിച്ച് വളർത്താനേ എനിക്ക് തീരെ ഉദ്ദേശമില്ല. അങ്ങനെ നമ്മുടെ രാമേട്ടൻ പറഞ്ഞിട്ടൊന്നും ബാലൻ ഒരു മാറ്റവും ഇല്ല. ഏതായാലും ഹണിമൂണിന് വിട്ടല്ലേ പറ്റത്തുള്ളൂ. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ദേവി ആണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ്. അപ്പം മിത്ര ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ? അമ്മയ്ക്ക് ദേവിയേടത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പേപ്പർ കാണാതെ പോവുകയും അത് കിട്ടുകയും ഒക്കെ ചെയ്തതിന് എന്തോ ഒരു ദുരുദ്ദേശം ഇല്ലേ? അത് മാത്രമല്ല, അന്ന് അന്ന് ആരും രാത്രി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുണ്ടല്ലോ, അല്ല, നമ്മുടെ കൃഷ്ണമംഗലത്തിനകത്തുണ്ടല്ലോ, ആ, ഏതോ ഒരു കള്ളം കയറി എന്നും പറയുന്നത് കേട്ടു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴേ അത് മാത്രല്ല, വേറൊരു സംഭവം ഉണ്ട്. അന്ന് ദേവിയടുത്ത് കയറി കിടന്നു. ഞാൻ ആര്യനെ കാത്തു നിൽക്കുമായിരുന്നു. ആര്യനെ കാത്തു നിന്ന സമയത്ത് ദേവിയടുത്ത് വന്നിട്ട് എന്നോട് പറയാ, നീ കേറിപ്പോക്കോ, ഞാൻ ആര്യം വരുമ്പോ വാതിൽ തുറന്ന് തന്നോളാന്ന്. ഇതുവരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എനിക്ക് വല്ലാത്തൊരു ഡൗട്ട് അടിക്കുക. എന്നിട്ട് ദേവിയടുത്ത് ആര്യം വന്നപ്പോ അവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ, ആര്യം വന്നപ്പം ദേവിയടുത്ത് കിടന്നുറങ്ങുകയാണോ ഒന്നും അറിയാത്ത പോലെ. ആ സമയം കൊണ്ട് എങ്ങനെ ദേവിയടുത്ത് ഉറങ്ങി? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴേ ഈ എന്തോ ഉണ്ടമ്മേ, എന്തോ ഉണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതിയുടെ കിളി പറയും, ഗോമതിക്ക് സത്യങ്ങളൊക്കെ അറിയാലോ. അപ്പം മിത്രയോട് പറഞ്ഞു, ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും മോളെ, തോന്നലായിരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും ദേവി ചെയ്യുവോ? അങ്ങനെ ചെയ്തിട്ട് ദേവിക്ക് എന്ത് കിട്ടാനാ? എങ്കിൽ പിന്നെ അവള് പേപ്പർ ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലും അവള് മാറ്റി വെച്ചാണെങ്കിലും പിന്നെ തിരിച്ചു കൊടുത്തത് എന്തിനാ? അല്ല, ദേവിയടുത്തിന് പിടിയിലായാലോ എന്നോർത്തിട്ട് തിരിച്ചു കൊടുത്താണെങ്കിലോ? അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. മോളുടെ തോന്നല, അങ്ങനെ സംശയിക്കുന്നതേ ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തട്ടിമുട്ടിയൊക്കെ വിടുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ദേവിയുടെ കള്ളത്തരം ഗോമതി കൈയോടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ദേവിക്ക് ചെറിയൊരു ട്രീറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ മീനൂട്ടി തയ്യാറായിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന് പിന്നിലൊക്കെ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. ദേവിയുടെ കള്ളത്തരങ്ങൾ ഇങ്ങനെ ഓരോന്ന് കൂടിക്കൂടി വരികയാണ്. ഇനിയിപ്പോ ഹണിമൂണിന് പോയി കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ ദേവി പുന്നാര മരുമകളാണല്ലോ, ഒന്നും ചെലവാക്കാത്ത കണക്കറിഞ്ഞ് ചെലവാക്കുന്ന മരുമോള്. ആ മരുമോളിൽ നിന്നൊരു വ്യത്യാസം കാണും. ഹണിമൂണിന് പോയി കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ നമ്മുടെ ദേവിയുടെ കാര്യം. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ്. അപ്പൊ നാളെ രാവിലെ കാണാം കേട്ടോ. ടാറ്റ, ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.